അയ്യോ ഇതുപോലുള്ളതാണ് കാണുന്നതെങ്കിൽ ആരായാലും ബോധം കെട്ടുപോകും. ബോധം കെട്ടി പോയല്ലേ? ആ റൂം ബോയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അവനെങ്ങനെയാണ് തെറ്റുകാരനാകുന്നത്? ആ മൊബൈൽ കടക്കാരനല്ലേ അത് ചോർത്തിയെടുത്തത്. അങ്ങനെ പറഞ്ഞു പോകരുത് ഹരിചന്ദ്ര. എന്താ? ആ റൂം ബോയ് ഇത് ഷൂട്ട് ചെയ്ത് കൊണ്ടല്ലേ മൊബൈൽ കടക്കാരൻ അത് കിട്ടിയത്? അതെ അല്ലേ? അതെ. ആ ഇതാ പറയുന്നത്, നമ്മളുടെ മൊബൈലിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ നിൽക്കരുത്, പ്രത്യേകിച്ചും നമ്മുടെ സ്വകാര്യമായ കാര്യങ്ങളൊന്നും. കറക്റ്റ്. അത് നമ്മൾ എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മൊബൈൽ കടക്കാർക്കും കമ്പ്യൂട്ടർ അറിയാവുന്നവർക്കും ഇത് റീ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. പണ്ടൊക്കെ കാരണവന്മാർ പെൺകുട്ടികളെ ഉപദേശിക്കാറുണ്ടായിരുന്നു, വയറ്റിലാകാതെ നോക്കിക്കോണേന്ന്. പക്ഷെ ഇന്ന് കാലം മാറി, വയറ്റിലായാലും വൈറലാകരുതേ എന്നാണ് ഇന്നത്തെ കാരണവന്മാരുടെ പ്രാർത്ഥന. അല്ലേ സാർ? ഇതൊരു ചെറിയ സംഭവം, ഒരു റൂം പോയി ഉണ്ടാക്കിയത്. ഇതിലും വലിയ ചിരിക്കാനുള്ള ഒരു സംഭവം വേറെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 1ാം വിവാഹ വാർഷികത്തിന് ഭർത്താവിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണ് സമ്മാനമായിട്ട്. പിന്നെ ആ കഥ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാ കേട്ടോ ഹരിചന്ദ്ര സാറേ. അതെ. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇതെല്ലാം എന്റെ വരാതെ ഇരിക്കൂ. ചാർജ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നിനക്കതല്ല ഞാൻ ഉദ്ദേശിക്കാം. നമസ്കാരം. നമസ്കാരം. ഇവിടെ വലിയ ഫോൺ ഉണ്ടോ നോക്കുവായിരുന്നു. കണ്ടില്ലേ, വലിയ ഫോൺ, ഇവിടെ വിലക്കൂടിയ ഫോണേ ഉള്ളൂ ഇവിടെ. ആണല്ലേ? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഇവക്ക് ഒരു ഫോൺ മേടിച്ചു കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. എന്നാ ഒരു ഫോൺ നോക്കിയാക്കാന്ന് വിചാരിച്ചു വന്നു. ആയിക്കോട്ടെ. ഇത് ഭാര്യ. അപ്പം ഏത് റേഞ്ച് ഉള്ള ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ ഈ സിം ഫോണിനകത്ത് ഇട്ട് കഴിഞ്ഞല്ലേ റേഞ്ച് വരുന്നത്. അതല്ലെന്ന്. പിന്നെ എത്ര രൂപ ബഡ്ജറ്റ് ഉണ്ട് നിങ്ങളുടെ ഫോണിന്? ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പൈസ നോക്കുന്നില്ല. ഒരു 4000 രൂപയുടെ ഫോൺ വരെ ഞാൻ നോക്കാം. 4000 രൂപയ്ക്ക് ഈ പാമ്പ് ആപ്പിൾ വിഴുങ്ങുന്ന ഫോൺ പോലും കിട്ടൂലേ ചേട്ടാ? അതെ. കുറഞ്ഞത് വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഒരു 10000 രൂപയുടെ ഫോൺ അങ്ങ് എടുക്കുക. 10000 രൂപയോ? 10000 രൂപയുടെ ഫോൺ എടുത്താൽ അല്ല, ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നീ കഴിഞ്ഞ പ്രാവശ്യം രാജേഷിന്റെ ഭാര്യയുടെ കയ്യിൽ ഒരു ഫോൺ ഇരിക്കുന്ന കണ്ടപ്പോൾ നീ പറഞ്ഞില്ലേ അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു വെഡിങ് ആനിവേഴ്സറിക്ക് നിനക്ക് ഇതുപോലത്തെ ഒരു ഫോൺ മേടിച്ച് തന്നിരിക്കണം. മതിയോ? മതിയോ? എനിക്ക് എന്തിനാണ് ഇത്രയും വില കൂടിയ ഫോണൊക്കെ? ഇവിടുന്ന് മണ്ടത്തരം കാണിക്കല്ലേ? നീ അങ്ങനെ പറയരുത്, അതെന്റെ അവകാശമല്ലേ. ഇത് മണ്ടത്തരം കാണിക്കണം അതല്ലടോ ഫോൺ മേടിക്കുന്നത്. ഞാൻ പറയണതേ ഒരു 10000 രൂപ, ഇതൊക്കെ 10000 രൂപ റേഞ്ച് ഉള്ള ഫോണാണ്. ഇതില് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിരുന്നു. ഇത് മറ്റേ ഫോൺ തന്നെ, രാജിന്റെ ഭാര്യയുടെ ഇരിക്കുന്ന ഫോൺ തന്നെ. ലീനയല്ലേ? ലീന ഇവിടെ എടുത്തതാ. പിന്നെ ലീനല്ല, ലീന ലിസി. ഒരു മിനിറ്റ് ഫോൺ ഇതൊന്ന് നോക്കി. അപ്പൊ മേഡം ഇത് എടുക്കും, നല്ല ഫോണാ കേട്ടോ. ഇതില് വാട്സാപ്പ് ഒക്കെ ഉണ്ടോ? വാട്സാപ്പ് ഉണ്ടോ? ഇതില് വാട്സാപ്പ് മാത്രമല്ല, IMO ഉണ്ട്, WeChat ഉണ്ട്, വഴിതെറ്റിക്കാനുള്ള സകല സംഭവം ഉണ്ട്. അതല്ല, എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള സകല സംഭവം ഉണ്ട്. പിന്നെ ചേച്ചി, അതെ സോറി, ഇതാണ് ഫ്രണ്ട് ക്യാമറ കേട്ടോ. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ മതി, സെൽഫി എടുക്കാൻ പറ്റും. ഒരെണ്ണം എടുത്ത് കാണിച്ചിട്ട് കണ്ടോ? ഇതെടുക്ക ചേച്ചി, 10000 രൂപയുള്ള വില. പിന്നെ എൻ്റെ ഒരു കാർഡ് തരാം. ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറാണ്, ഇതിലൊരു ഹായ് വിട്ടാൽ മതി കേട്ടോ. ഞാൻ സകല പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം. ഞാൻ വിളിച്ചോളാം. ഒരു സെൽഫിയും കൂടെ എടുത്താലേ? ആ ഒറ്റ വിവാഹ വാർഷികം മാത്രമേ അവൻ അവളുടെ കൂടെ ആഘോഷിച്ചുള്ളൂ. അതെയോ? അടുത്ത വിവാഹ വാർഷികം ആരുടെ കൂടെയാണ് ആഘോഷിച്ചത്? ആ മൊബൈൽ കടക്കാരന്റെ കൂടെ. ഒരുപാട് ചിരിക്കാനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. പക്ഷേ കുടുംബങ്ങളിൽ മാത്രമേ ഈ സ്മാർട്ട് ഫോൺ കൊണ്ടുള്ള ദോഷവശങ്ങൾ സംഭവിക്കാറുള്ളൂ. ആര് പറഞ്ഞു കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളെന്ന്? പിന്നെ 4 പേര് കൂടുന്ന എല്ലായിടത്തും ഈ സ്മാർട്ട് ഫോൺ പ്രശ്നമാണ്. അതെയോ? ഒരു കല്യാണ വീട്ടിൽ, മരണ വീട്ടിൽ, എന്തിന് വഴിയിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ അവിടെ പോലും ഈ സ്മാർട്ട് ഫോൺ പ്രശ്നമാണ്. വളരെ ശരിയാണ്. കഴിഞ്ഞ ആഴ്ച എന്റെ പെങ്ങളുടെ ഭർത്താവിനെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചതിന് പോലീസ് പൊക്കി. സ്വന്തം അളിയനെ പോലീസുകാർ പൊക്കിക്കൊണ്ടുപോയി ഇടിച്ചത് ഇത്ര അഭിമാനത്തോടു കൂടിയാണോ താങ്കൾ പറയുന്നത്? അഭിമാനിക്കും. ആ പുല്ലരെ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. എന്ത് പറ്റി? അവന്റെ ഒരു സ്മാർട്ട് ഫോൺ കളി. വലിയ ഗമയിൽ സ്മാർട്ട് ഫോണും തൂക്കി സിനിമയ്ക്ക് പോയതാ. എന്നിട്ട് എന്തായി? എന്താകാൻ? എണ്ണ സ്ഥിരമായി നമ്മുടെ തലയിൽ തേക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെ മനസ്സിലായില്ലേ? അതുകൊണ്ട് മറക്കാതെ ഉപയോഗിക്കുക രമണിക ഹെയർ ഓയിൽ. ഗോപാല,
നിന്നെ ഈയിടെയായി കൃഷി ഓഫീസിലേക്കൊന്നും കാണുന്നില്ലല്ലോ. ഒന്നും പറയണ്ട, ഭയങ്കര മടുപ്പാന്നേ. അയ്യോ, അങ്ങനെ പറയരുത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരസ്യമാണ്. മറ്റേ രീതി പറയണം, കേട്ടിപ്പറ. ഒന്നും പറയണ്ട, കൃഷിയൊക്കെ ഭയങ്കര മടുപ്പാണ്, ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അതിന് വിഷമിക്കണ്ട ഗോപാല. നിങ്ങൾ കർഷകർക്കായിട്ട് കേന്ദ്ര കൃഷി മന്ത്രാലയം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്, കൃഷി വന്ധീകരണ കാർഡ്. ഇത് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ അതിന് വലിയ ചിലവാകില്ലേ? അതെ, അതിന് വലിയ ചെലവാകില്ലേ? എന്തിന്? ഇത് കർഷക മന്ത്രാലയം നേരിട്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അതിന് നമ്മൾ തരുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ഏതെങ്കിലും ബൂത്തിൽ കയറി കാശിട്ട് വിളിച്ചാൽ മതി. ഓഹോ, അങ്ങനെയോ? തന്നടാ തന്നെ. ഹാ അമ്മേ, ഹാ. ഇത് കർഷകർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാർഡാണ്. ഇതുണ്ടെങ്കിൽ കൃഷി ചെയ്യാതെ നമുക്ക് പണം ഉണ്ടാക്കാം. മകളെ, ഇതെല്ലാം നീ എവിടുന്ന് പഠിച്ചു? അമ്മേ, ജനസേവാ ശിശുഭവൻ നടത്തുന്ന വിദേശ കേന്ദ്ര മന്ത്രാലയം വഴി അറിഞ്ഞതാണ്. ആഹാ. ഓഹോ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചമ്മ ശൗചാലയത്തിനായി ഒരു നമ്പർ തന്നിരുന്നു. ആ നമ്പർ തന്നെയാണോ ഇതും? വിദേശ കാര്യത്തിനും കൃഷിക്കും കക്കൂസിനും ഞങ്ങൾക്ക് ഈ ഒരു നമ്പറേ ഉള്ളൂ. ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറായ 1867034789 എന്ന ഈ നമ്പറിലേക്ക് മടിക്കാതെ വേഗം വിളിച്ചോളൂ. കർഷകർക്കു വേണ്ടി ഭാരത സർക്കാർ അണിയിച്ചൊരുക്കുന്ന കൃഷി വന്ധീകരണ യോജനയിൽ നിങ്ങൾക്കും അംഗമാകാം. ജാഗോ ഭാരത്, ജാഗോ ഭാരത്, ജാഗോ. ജാഗോ ഭാരത്, ജാഗോ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. നമസ്കാരം ഗോപൻ. ആരാ, മനസ്സിലായില്ല. ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവക്കക്കാരൻ സോമൻ. എന്താ ശോഭ? ഹേയ്, എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ. ഞാൻ പുകവലി നിർത്തി, അത് വലിച്ചെറിഞ്ഞു. അതിന്റെ സന്തോഷത്തിലാണ് ശോഭ. എന്നാൽ ഞാനതിന്റെ ദുഃഖത്തിലുമാണ്. ഓഹോ, എന്തു പറ്റി സോമ? താങ്കൾ വലിച്ചെറിഞ്ഞ സിഗരറ്റ് വന്ന് വീണത് എൻ്റെ ഭാര്യ കഴുകി ഉണക്കാനിട്ട 15,000 രൂപ വിലയുള്ള കാഞ്ചീപുരം സാരിയിലാണ്. അതിപ്പോ കത്തി ചാമ്പലായി കാണും. ഓഹോ, അങ്ങനെയോ? അതിന് താങ്കൾ ആ സാരിയുടെ വിലയായ 15,000 രൂപ എനിക്കിപ്പോൾ തന്നെ തരേണ്ടി വരും. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് ഊഹേ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. സർക്കാരിന്റെ പരസ്യം കഴിഞ്ഞാ? കഴിഞ്ഞു. ഇത് സുമേഷിന്റെ പ്രതികാരം, മഹേഷിന്റെ പ്രതികാരം. മഹേഷിന്റെ. ഇതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കട്ടെ കാണട്ടത്. ഹലോ, നീ എവിടെയാണ്? ഇത് ഞാൻ തിയേറ്ററിൽ സിനിമ കണ്ടോണ്ടിരിക്കും. ചേട്ടാ ഒന്ന് ഓഫ് ചെയ്ത് നീ പിന്നെ വിളിക്കുക. ആ ശരി, അതൊന്ന് ഓഫ് ചെയ്ത് സിനിമ കേട്ടോ. തിയേറ്റർ പിന്നെ വിളിക്കട്ടോ. ഓക്കെ. ഇതെന്നാ കുമ്പളപ്പം? സോനിയ, നിങ്ങളുടെ പ്രകാശിലെ സ്റ്റുഡിയോ എങ്ങനെയുണ്ട്? ഭാവനയാണോ? അടിപൊളിയാ. അളിയാ, തിയേറ്റർ എന്റെ പൊന്നു ചേട്ടാ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചോ. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്, കതിർ കലമേകും മണ്ണാണ് മണ്ണ്. പിടിച്ചേ, കാലക്കി. എന്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ ആയിരുന്നു. നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. നാളെ വിളിക്കാം ചേട്ടാ. നിന്നെ ഒരു ചെറിയ ഉമ്മ തന്നെ.
ശരി സാർ. അല്ല ഇത് ശിക്ഷാർക്കാണെന്ന് എനിക്കറിയാം. പോയേക്കാം. വാ വാ പെട്ടെന്ന് പോയേക്കാം. ആ ഇത് സ്മാർട്ട് ഫോണിന്റെ ദുരുപയോഗം കൊണ്ട് പോലീസ് പിടിച്ച കഥ. അതെ. എന്നാൽ ഈ പോലീസിനെ കുറുക്കിയ ഒരു കഥ എൻ്റെ കയ്യിലുണ്ട്.